സ്വാമി ശരണയ്യപ്പ ശൈലചരിടാനിബദ്ധമൂടം ദിവ്യംബരം ജ്ഞാനമുദ്രോതിൽ ദക്ഷകരം പ്രസന്നോദനം ജാനുസഹസ്രയോജനം നിരശ്യാമളകോമളം സുരേന്ദ്രം ശ്രീയോഗഭട്ടാഞ്ജിതം വിജ്ഞാനപ്രദമപ്രമേയ സുഷമം ശ്രീഭൂതനാഥം എന്നും. സ്വാമി ശരണയ്യപ്പ. എൻ്റെ പേര് ഗോവിന്ദൻ നമ്പൂതിരി, നീലവനയിലം, കണ്ടിയൂർ, തട്ടാരമ്പലം പി ഒ, മാവേലിക്കര, ശബരിമലയിലെ ആദ്യത്തെ പുറപ്പെടാൻ മേൽശാന്തിയാണ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് 1201 കുംഭമാസം 1-ാം തീയതി മുതൽ കുംഭമാസം 30-ാം തീയതി വരെയുള്ള 30 ദിവസത്തെ ചാരവശാലുള്ള ജ്യോതിഷ ഫലങ്ങളാണ്. അതായത് ഫെബ്രുവരി മാസം 13-ാം തീയതി മുതൽ മാർച്ച് മാസം 14-ാം തീയതി വരെയുള്ള ജ്യോതിഷ ഫലങ്ങളാണ് നമ്മളിവിടെ സവിസ്തരമായി പ്രതിപാദിക്കാൻ പോകുന്നത്. ജ്യോതിഷത്തിൽ നമ്മൾ ജനിച്ച സമയത്തെ ആധാരമാക്കിയുള്ള ഗ്രഹനിലകളും അതിൻ്റെ അനുസരിച്ച് ഓരോ ഗ്രഹങ്ങളും എവിടെയെല്ലാമാണോ സ്ഥിതി ചെയ്യുന്നതെന്നും അതിൽ ഏത് ഗ്രഹത്തിൻ്റെ ദശാകാലമാണോ നമുക്കുള്ളത് എന്നുള്ളത് വെച്ചാൽ അതാണ് നമുക്ക് കൂടുതലായും അനുഭവപ്പെടുന്നത്. നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ഈ കുംഭമാസത്തിൽ ചാരവശാൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണദോഷ ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത് എന്ന് 12 കൂറുകളെ അടിസ്ഥാനപ്പെടുത്തി പ്രതിപാദിക്കുകയാണ്. അശ്വതി, ഭരണി, കാർത്തികകാല്, മേടക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി വളരെയധികം വ്യയങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ രംഗത്ത് ഈ മാസത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും ഫെബ്രുവരി കുംഭമാസം 11-ാം തീയതിയോടുകൂടി, അതായത് 23/2/2021 തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുകയും തൊഴിൽ രംഗത്തെ കുറെ കൂടെ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർക്ക് മാനസികമായി വളരെയധികം ടെൻഷനും ചിലപ്പോഴൊക്കെയെങ്കിലും അകാര്യത്തിൽ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. വ്യാവസായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി വരവിനേക്കാൾ കൂടുതലായി ചിലവുകൾ അനുഭവപ്പെടുകയും വ്യവസായ രംഗത്ത് നമ്മൾ അപ്രതീക്ഷിതമായി പലതരത്തിലുള്ള സംഭവവികാസങ്ങളും ഉണ്ടാവുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ കാലഘട്ടമാണ്. പരീക്ഷാ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അല്പം ടെൻഷൻ കൂടാനും ആവശ്യമില്ലാത്ത ചിന്തകളും കൂട്ടുകെട്ടുകളും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും ഈ മാസത്തിൽ കൂടുതലുകളാണ്. അതുകൊണ്ട് അംഗങ്ങൾ, അതായത് മാതാപിതാക്കൾ, അധ്യാപകർ ഒക്കെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യേണ്ടതാണ്. കോൺട്രാക്ടർമാർ, അതുപോലെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ പണിയെടുത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഈ സമയത്ത് ഈ മാസത്തിൻ്റെ ആദ്യത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുകയും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്യും. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുള്ള ആദായങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കുറയുകയും ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും നിരാശ അനുഭവപ്പെടുകയും ചെയ്യും. കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കലാരംഗത്ത് അവസരങ്ങൾ കൂടുതലായി ലഭിക്കും എങ്കിലും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രതിഫലങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കലാപരിപാടികൾ വളരെ കൂടുതലായി അവതരിപ്പിക്കുന്നതിനുള്ള സാധ്യതകളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട് താനും. അതുപോലെ തന്നെ കായികമായി പ്രവർത്തിക്കുന്നവർക്കും കായിക മേഖലയിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയും അവർക്ക് പാരിതോഷികങ്ങളും മറ്റും ലഭിക്കുന്നതിനുള്ള സാധ്യതകളും ഉണ്ട്. നിയമ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസ്, വക്കീല്, ജഡ്ജിമാര് അതുപോലുള്ളവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ അവരുടെ കേസുകൾക്കൊക്കെ ഒരുമാതിരി മെച്ചപ്പെട്ട
റിസൾട്ടുകൾ ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ പ്രത്യേകത. സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ സാഹിത്യ സൃഷ്ടികൾ പൂർത്തീകരിക്കുന്നതിന് പലതരത്തിലുള്ള തടസ്സങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതിനാൽ ഈ ദശാകാലത്തെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുകയും നിത്യവും നാരായണനാമം ജപിക്കുകയും വ്യാഴാഴ്ച തോറും നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത മന്ത്രത്തിന്റെ പുഷ്പാഞ്ജലിയും ശാസ്താവിന് നീരാഞ്ജനവും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നടത്തേണ്ടതാണ്. ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകരത്തരയും കൂടെ ചേരുന്ന 2 നക്ഷത്രമാണ് ഇടവക്കൂറ്. ഇടവക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങളും ദീർഘകാലമായി പരിശ്രമിക്കുകയും എന്നാൽ സാധിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് കഴിയും. വസ്തു സംബന്ധമായും ഒക്കെയുള്ള തർക്കങ്ങളോ കേസുകളോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം രമ്യമായി പരിഹരിക്കുന്നതിനും അല്പം ആശ്വാസം കണ്ടെത്തുന്നതിനും കഴിയും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്നതിനും അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ കാലഘട്ടം വളരെയധികം അനുകൂലമാണ്. അവർക്ക് സാമ്പത്തികമായി മെച്ചപ്പെടാവുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. തൊഴിലവസരങ്ങളും വളരെ കൂടുതലായി കിട്ടും. വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വ്യവസായത്തിൽ ഉന്നതമായ വളർച്ചയും അതിൽ നിന്നും വളരെയധികം ലാഭവും കിട്ടുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നാൽ ഇടയ്ക്കിടെ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. കോൺട്രാക്ടേഴ്സ് അതുപോലെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഈ കാലഘട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും അതിൽ നിന്നും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെയുള്ള സാധ്യത ഉണ്ട്. എന്നാൽ കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നുള്ള സാധ്യതയും കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ട്. ഇതിൻ്റെ ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, പുറവിളക്ക്, കൂളത്തിലെ മാല എന്നീ വഴിപാടുകൾ നടത്തുകയും ഭദ്രകാളി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും നടത്തി ഭജിക്കേണ്ടതാണ്. അടുത്തതായി മകയിരത്തര, തിരുവാതിര, പുണർത്തിൽ മുക്കാലും ചേരുന്ന 2 നക്ഷത്രങ്ങൾ അടങ്ങിയ മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ദീർഘകാലമായി ഉണ്ടായിരുന്ന രോഗങ്ങൾക്ക് ഒരു ശമനം വരികയും അതിലൂടെ തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മേഷം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. സമയബന്ധിതമായി അവരുടെ പ്രവർത്തന മേഖലയിൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ അധികമായ സാമ്പത്തികമായ ചിലവുകളും ഈ കൂട്ടത്തിൽ തന്നെ വന്നു ചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുകയും അവർക്ക് പരീക്ഷകളിലും മറ്റും ഉന്നതമായ വിജയം കൈവരിക്കുന്നതിന് സാധിക്കുകയും അതുപോലെ തന്നെ അവർ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ് ഈ കുംഭമാസം. അതുപോലെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ ജോലി സ്ഥിരപ്പെടുന്നതിനോ അല്ലെങ്കിൽ അതിൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ, ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. അവരുടെ സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനായി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും നെയ്വിളക്ക്, തുളസിമാല, രാജഗോപാല മന്ത്രാർച്ചന, പാൽപാശ നിവേദ്യവും നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന നടത്തുകയും ചെയ്തുകൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കുകയും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനും കഴിയുന്നതാണ്. അടുത്തതായി കർക്കിടകൻ രാശി. പുണർത്തിൽ കാല്, പൂയം, ആയില്യവും ചേരുന്ന 2 നക്ഷത്രമാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറ് ജനിച്ച ആൾക്കാർക്ക് 12 വ്യാഴത്തിന്റെ കാലഘട്ടമാണ്. സാമ്പത്തികമായി വളരെയധികം ചെലവുകൾ ഉണ്ടാവുകയും
തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ ഉണ്ടാവുകയും അതിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയോ സാമ്പത്തികമായ പുതിയ ഇടപാടുകൾ ആരംഭിക്കുകയോ ചെയ്യുന്നതിന് അനുകൂലമായ സമയമല്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ അശ്രദ്ധ വളരെ കൂടുതലായി വരുന്നത് കൊണ്ടിട്ട് അവർ പ്രതീക്ഷിക്കുന്ന വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ അവർക്ക് കഴിയുകയില്ല. അതിനാൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി മാതാപിതാക്കളും രക്ഷകർത്താക്കളും അതിന് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തണം. ഈ കർക്കിടകക്കൂറുകാർക്ക് 2-ൽ കേതു നിൽക്കുന്നതിനാൽ ഈ സംസാരത്തിലൂടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട്. കലാകാരന്മാർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ ഈ കാലഘട്ടം അത്ര അനുകൂലമല്ല. കാരണം ഈ കേതു 2-ൽ നിൽക്കുമ്പോൾ അവരുടെ സാഹിത്യ സൃഷ്ടികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും അതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തന മേഖല എത്തിക്കാൻ കഴിയാതെയും ചെയ്യും. നിയമ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒരു മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ കഴിയുകയില്ല. ഈ കർക്കിടകക്കൂറിൽ ജനിച്ചവർ അവരുടെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി നിത്യവും നാരായണ നാമം ജപിക്കുക, കൃഷ്ണസ്വാമി ക്ഷേത്രം ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുക, ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ ഹോമവും നടത്തുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ ത്രിശതി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുകയും ചെയ്തുകൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കുകയും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യാൻ കഴിയുന്നതാണ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൽ കാൽ എന്നീ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധുജനങ്ങളുടെ വിയോഗവും അതുമൂലം ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തികമായ വളരെ മെച്ചപ്പെട്ട ഒരു നിലവാരം ഈ മാസത്തിൽ ഉണ്ടാകുമെങ്കിലും അവര് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതും ആകുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ അലസത അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും അവർക്ക് കുറച്ച് മെച്ചപ്പെട്ട റിസൾട്ടുകൾ കുടുംബാംഗങ്ങളുടെയും അധ്യാപകരുടെയും ഒക്കെ പൂർണ്ണമായ ശ്രദ്ധയുണ്ടെങ്കിൽ നേടിയെടുക്കുവാൻ കഴിയും. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ സമയത്ത് അവരുടെ തൊഴിൽ പൂർത്തീകരിക്കുവാൻ കഴിയുമെങ്കിലും അതിന് അവർക്ക് കിട്ടേണ്ട സാമ്പത്തികം കിട്ടുന്നതിന് അല്പം കാലതാമസം നേരിടുന്നതായി കാണുന്നു. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് അധ്വാനം കൂടുതലായി വേണ്ടി വരുമെങ്കിലും മത്സ്യബന്ധനത്തിൽ നിന്നും അവർക്ക് ലഭിക്കാവുന്ന ആ മേഖലയിൽ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ വളർച്ച വളരെ കൂടുതലായി ഉണ്ടാകുന്നതാണ്. ഈ ആത്മീയ മേഖലയിൽ ശാന്തിക്കാര് അതുപോലുള്ള ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തന രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും അതിലൂടെ അവർക്ക് അർഹതപ്പെട്ട മാന്യതയും അംഗീകാരവും ഒക്കെ ലഭിക്കുമെങ്കിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിൽ അവർ അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ശിവക്ഷേത്രത്തിൽ ധാരയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ത്രിശതി മന്ത്രത്താൽ അർച്ചനയും നടത്തുകയും നിത്യവും പരദേവതമാരെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാൽ ദോഷങ്ങൾ മാറി ദുരിതങ്ങൾ മാറി സൽഫലങ്ങൾ അനുഭവപ്പെടുന്നതാണ്. കന്നിക്കൂറ് ഉത്തരത്തെ മുക്കാല അത്തം ചിത്തിരിയും അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ വളരെയധികം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മെച്ചപ്പെട്ട സേവനം നടത്തുന്നതിന് കഴിയുകയും അതിലൂടെ മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കുന്നതിനും ആദായം വർദ്ധിപ്പിക്കുന്നതിനും കഴിയുന്നതാണ്. എന്നാൽ വിവാഹം ആലോചിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് അല്പം കാലതാമസം അനുഭവപ്പെടുകയും സന്താന ലബ്ധിക്കായി പ്രാർത്ഥിക്കുന്ന
ദമ്പതികൾക്ക് സന്താന ലഭ്യതയ്ക്കും ഒരു അല്പം കൂടി കാലതാമസം ഉണ്ടാകുന്നതാണ്. നിയമമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ്. അവരുടെ സാഹിത്യ സൃഷ്ടികൾക്ക് അവർ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുകയും ആ അംഗീകാരത്തിനോടൊപ്പം തന്നെ അവർക്ക് സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ ഉണർവും കർമ്മ മേഖലയിൽ പുതിയ അംഗീകാരവും ഈ നക്ഷത്രക്കാർക്ക്, ഈ കൂറുകാർക്ക് ലഭ്യമാണ്. സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനായി ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദുർഗാഭഗവതിക്ക് ഭഗവതി സേവ, ലളിതാ സഹസ്രനാമാർച്ചന എന്നീ വഴിപാടുകൾ നടത്തുക. നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാഗരാജാവിന് മഞ്ഞപ്പൊടി, പാലഭിഷേകം മുതലായ വഴിപാടുകളും നടത്തുക. ശാസ്താവിന് നീരാഞ്ജനവും കത്തിച്ചുകൊണ്ടാൽ ദോഷങ്ങൾ മാറി സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. തുലാക്കൂറ് ചിത്ര, അര, ചോതി, വിശാഖത്തിൽ മുക്കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണിത്. ദീർഘകാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന പലതും എന്നാൽ സാധിക്കാത്തതുമായ പല കാര്യങ്ങൾ സാധിക്കുകയും ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുടങ്ങിക്കിടന്നവ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്നതിനും അതുപോലെ ലോണ്, സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ എന്നിവ യഥാസമയം ലഭിക്കുകയും ചെയ്യുന്നതിനാൽ അവരുടെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരം, സ്ഥിരമായ തൊഴിൽ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും വളരെയധികം വന്നുകൂടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്നതിനും പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൈവരിക്കുന്നതിനും അവർക്ക് സാധിക്കും. വ്യവസായികൾക്ക് വ്യവസായ മേഖലയിൽ ഒരു പുതൻ ഉണർവ് ഉണ്ടാവുകയും അതിലൂടെ അവരുടെ വ്യവസായം വളരുകയും മെച്ചപ്പെട്ട സാമ്പത്തികമായ ലാഭം ഉണ്ടാവുകയും ചെയ്യും. കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യകരമായി സ്ഥിതി മെച്ചപ്പെടുകയും ഉന്മേഷം, ഉത്സാഹവും വർദ്ധിക്കുകയും അവരുടെ പ്രവർത്തന മേഖലകളിൽ അവർക്ക് ഒരു വൻപിച്ച വിജയം കൈവരിക്കുന്നതിനും സാധിക്കുന്ന ഒരു കാലഘട്ടം ആണ്. സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനും ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനുമായി നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുക, പാട്ട് പാടിക്കുക, നൂറും പാലും നടത്തുക എന്നീ വഴിപാടുകൾ നടത്തുകയും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിളക്ക്, മാല, പായസം എന്നീ വഴിപാടുകൾ നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമാർച്ചന നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കുകയും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യാൻ കഴിയും. വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു കാലഘട്ടം ആകയാൽ ആരോഗ്യപരമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും അവരുടെ പ്രവർത്തന മേഖലയിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും യഥാസമയം അവരുടെ തൊഴിലുകൾ ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് സാധിക്കാതെ വരുന്നതിനാൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ കാലമായതിനാൽ വിദ്യാഭ്യാസത്തിൽ അവർക്ക് ഉന്നതമായ നിലവാരം പുലർത്തുവാൻ കഴിയുമെങ്കിലും കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്നതിന് ആവശ്യമായ രീതിയിൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ കൂടുതലായി ഈ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവർക്ക് കളി കൂടുന്ന സമയമാണിപ്പോൾ. ഈ കളി കൂടിയാൽ അവർ പഠിത്തം ഉഴപ്പുന്നതിനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവരുടെയൊക്കെ ശ്രദ്ധ കൂടുതലായി വേണം. വ്യവസായ രംഗത്ത് നല്ല ഉയർച്ച ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പലതരത്തിലും ഇവർക്ക് അനുഭവപ്പെടുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം മുൻപ് ചെയ്ത പല പ്രവർത്തനങ്ങളും
പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നതിനാലാണ് അവർക്ക് ഈ മേഖലയിൽ കുറെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. കുടുംബത്തിൽ പലതരത്തിലുള്ള രോഗദുരിതങ്ങൾക്കും സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഉള്ളത്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ നിത്യവും ഭാഗവതം പാരായണം ചെയ്യുകയും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാരായണനാമം ജപിക്കുകയും ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ധാരയും പുറവിളക്കും കൂളത്തിലമാലയും തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ഗണപതിക്ക് ഗണപതി ഹോമവും കർഗമാലയും നടത്തുകയും ശാസ്താക്ഷേത്രത്തിൽ ഭജനവും നടത്തേണ്ടതാണ്. മൂലം, പൂരാടം, ഉത്രാടത്തെ കാലും ചേരുന്ന 2 നക്ഷത്രം അടങ്ങുന്നതാണ് ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് 7 വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ആണ്. അവർക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ വ്യാഴം അനുകൂലമായതിനാൽ ആ പ്രതിസന്ധികൾ മുഴുവൻ പരിഹരിക്കുന്നതിനും അവരുടെ ജീവിതത്തിൽ ദീർഘകാലമായി നടക്കാതിരുന്ന പല കാര്യങ്ങളും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് കഴിയുന്നതാണ്. വിവാഹ ആലോചനകൾ ദീർഘകാലമായി നടക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിനും, കുട്ടികൾ ഉണ്ടാകാതെ ഈശ്വരഭജനവും അതുപോലെ തന്നെ ആശുപത്രിയിൽ പോയി ചികിത്സകളുമായി ഒക്കെ കഴിയുന്നവർക്കും സന്തോഷകരമായ വാർത്ത കേൾക്കുന്നതിനുള്ള അവസരവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉത്സാഹവും അതുപോലെ തന്നെ ശ്രദ്ധയും വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവുകയും അവരുടെ കുറെ കൂടി മെച്ചപ്പെട്ട റിസൾട്ടുകളും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള അവസരങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട്. മാതാപിതാക്കൾക്കോ അതുപോലെ ബന്ധുക്കൾക്കോ ഒക്കെ രോഗദുരിതങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് കൂടുതലായി അലച്ചിലുകളും കഷ്ടപ്പാടുകളും സാമ്പത്തികമായ പ്രതിസന്ധികളും ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും ഉണ്ട്. വീട്ടിൽ ജോലിയെടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വീട്ടിലുണ്ടാകുന്നതിനുള്ള സാധ്യതയും, വാക്കുകൾ നിമിത്തം പലപ്പോഴും വാക്കുകൾ തെറ്റിപ്പോകുന്ന നിമിത്തം അല്ലെങ്കിൽ അനാവശ്യമായ സംസാരത്തിലൂടെ പല പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വ്യവസായത്തിൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസത്തിന്റെ ആദ്യം അത്ര മെച്ചപ്പെട്ട അനുഭവങ്ങൾ അല്ല എങ്കിൽ പോലും മാസാവസാനത്തോടുകൂടി മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയും വളരെ സന്തോഷകരമായ പല വാർത്തകൾ കേൾക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ ബോട്ടുകൾക്ക് വള്ളങ്ങൾക്കും ഒക്കെ കൂടുതലായി റിപ്പയറിങ് അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ വേണ്ടിവരുന്നതിനാൽ വരവിൽ കൂടുതലായ ചിലവുകൾ അവർക്കുണ്ടാകുന്നതിനുള്ള സാധ്യതയോടുകൂടിയുള്ള ഒരു കാലഘട്ടം ആണ് ഇത്. കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടം ആണ്. ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭദ്രകാളിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടിട്ടുള്ള മാലയും ചുവന്ന പട്ടും സമർപ്പിക്കുകയും ത്രിശതി മന്ത്രാർച്ചന നടത്തുകയും ചെയ്തുകൊണ്ടാൽ ദോഷങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. അടുത്തതായി മകരക്കൂറ്. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും ഔട്ടത്തരയും ചേരുന്ന 2 നക്ഷത്രങ്ങളാണ് മകരക്കൂറ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ സ്ഥിതി വളരെ ദോഷകരമാണ്. 6 നിൽക്കുന്ന വ്യാഴത്തിന്റെ കാലഘട്ടം ആകയാൽ അപ്രതീക്ഷിതമായ പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടതായി വരികയും
എന്നാൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പല തർക്കങ്ങളും കേസുകളും ഒക്കെ ഒത്തുതീർപ്പാക്കിക്കൊണ്ടിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാധ്യതകളും ഉണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ അശ്രദ്ധ വളരെ കൂടുതലെയും വിദ്യാഭ്യാസത്തിന് അത്ര അനുകൂലമായ സാഹചര്യം അല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കി കൂടുതൽ ശ്രദ്ധയോടുകൂടി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും ഒക്കെ തന്നെയും ഈ കാലഘട്ടം അത്ര അനുകൂലമായ ഒരു സമയം അല്ല. കോൺട്രാക്ടേഴ്സ്, അതുപോലെ കരാറടിസ്ഥാനത്തിൽ പണിയെടുത്ത് ചെയ്യുന്ന തൊഴിലാളികൾക്കും ഒക്കെ യഥാസമയം അവരുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ദീർഘകാലമായി വിവാഹം ആലോചിക്കുന്ന യുവാക്കൾക്ക് വിവാഹത്തിന് അല്പം കൂടി കാലതാമസം അനുഭവപ്പെടുകയും ചെയ്യും. ശരീരത്തിന് കൈകൾക്ക് ഒക്കെ വേദനയും അല്ലെങ്കിൽ പെരുപ്പോ കഴപ്പോ ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാഗരാജാവിന് 100 പാലം നടത്തുകയും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക്, തുളസിമാല, 12 മന്ത്രാർച്ചനയും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനും കഴിയുന്നതാണ്. കുംഭക്കൂറ് അവിട്ടത്തരയും ചതയവും പൂരുട്ടാലും മുക്കാലും ചേരുന്ന 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കുന്നതിനും അതിലൂടെ മാനസികമായ സന്തോഷം ലഭിക്കുന്നതും ആണ്. വിവാഹം കഴിഞ്ഞ് ദീർഘകാലമായി കുട്ടികൾ ഉണ്ടാകാതെ കുട്ടികൾക്കായി പ്രാർത്ഥിച്ച് വഴിപാടുകളും നടത്തി ചികിത്സയുമായി കഴിയുന്ന ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും ഉണ്ടായ കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ കുട്ടികൾ ഉള്ളവർക്ക് മക്കളിൽ നിന്നും സുഖകരമായ അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ആണ് ഇത്. എന്നാൽ വളരെ ശ്രദ്ധയോടും ശുഷ്കാന്തിയോടും കൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടില്ല എന്നുള്ളതിൽ അപ്രതീക്ഷിതമായി മാനഹാനിയും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ അലസത വർദ്ധിക്കും. ഓർമ്മശക്തി വർദ്ധിക്കുകയും ബുദ്ധിപരമായ പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെങ്കിലും ഈ അലസത വലിയൊരു പ്രതിസന്ധിയാണ്. ഈ അലസത പരിഹരിക്കുന്നതിനായി നമുക്ക് ശിവക്ഷേത്രത്തിൽ ധാരയും ശ്രീരുദ്രാഭിഷേകവും നടത്തുക, മൃത്യുഞ്ജയ ഹോമവും നടത്തിക്കൊണ്ടാൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതും വിദ്യാഭ്യാസത്തിൽ അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കുവാൻ കഴിയുന്നതും ആണ്. മീനക്കൂറ് പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതിയും ചേരുന്ന 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മീനക്കൂറ്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി നിർത്തിവച്ചിരുന്ന ഗൃഹനിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുന്നതിനോ അതുപോലെ തന്നെ പുതുതായി ഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനും മൂടി പിടിപ്പിക്കുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അവർക്ക് കൃഷിയിൽ നിന്നും വളരെ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യവും ഈ കാലഘട്ടത്തിൽ ഉണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്നതിനും മെച്ചപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടാകുന്നതിനും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മെച്ചപ്പെട്ട വരുമാനം ഈ മേഖലയിൽ ഉണ്ടാകും. എങ്കിലും അലസത ഒരു പ്രധാനമായ ബുദ്ധിമുട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അലസതയില്ലാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിയുന്നു എങ്കിൽ ഈ മേഖലയിൽ മെച്ചപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടാക്കുവാൻ കഴിയും. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള അല്ലെങ്കിൽ കൂടുതൽ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരമായി ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ടാകും. കർമ്മ മേഖലയിൽ പുത്തൻ ഉണർവ്
അനുഭവപ്പെടും. വളരെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അർഹിക്കപ്പെട്ട അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. ദോഷഫലങ്ങളെ ലഘൂകരിക്കുകയും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനവും തിലവായസ നിവേദ്യം നടത്തുകയും നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ശിവഭജനവും അത്യന്താപേക്ഷിതമാണ്. ഇത്രയും ചെയ്തുകൊണ്ടാൽ അവരുടെയും ദോഷഫലങ്ങളെ മീനക്കൂറുകാരുടെയും ദോഷഫലങ്ങളെ ലഘൂകരിച്ച് സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ശരണയ്യ.